മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ നടന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി ജനകീയ ആസൂത്രണം 2025-2026 പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. വികസന സെമിനാർ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾക്ക് ഇപ്പൊ തന്നെ കായംകുളം KSRTC 10 കോടി അനുവദിച്ചു. വികസനമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് പറയാതെ പോകാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ അതിനൊരു പ്ലാൻ തയ്യാറാക്കി PWD സബ്മിറ്റ് ചെയ്തു. 2021-23 10 കോടിയാണ് KSRTC കിട്ടിയത്. KSRTC പൊളിക്കാൻ 6 മാസം എടുത്തു. അത്ര വലിയ നടപടിക്രമം പൊളിച്ചു മാറ്റാം പഴയ കെട്ടിടം. ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇടുന്ന ഒരു മിനിറ്റ് കൊണ്ട് ഇടാമായിരുന്നു. പക്ഷെ ഞങ്ങളത് പൊളിക്കാൻ 6 മാസം എടുത്തെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല. അതിനുശേഷം ഞങ്ങൾ അതിന്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്തു. ഒരു പദ്ധതി നടക്കുന്ന അത്ര ഈസി അല്ല എന്നൊന്ന് സൂചിപ്പിക്കാൻ പറയാമല്ലോ. സബ്മിറ്റ് ചെയ്ത് PWDക്ക് ASന് വേണ്ടി പോകും. ബജറ്റിൽ അനുവദിക്കുന്നതാണെങ്കിൽ വീണ്ടും ASന് വേണ്ടി പോകും. പോയ സമയത്ത് മന്ത്രി വീണ്ടും ഫയൽ വിളിപ്പിച്ചു. ഗണേഷ് കുമാറാണ്, നിങ്ങൾക്കറിയാം. ഗണേഷ് മിനിസ്റ്റർ ചെറിയ കാര്യം പോലും നോക്കും. തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും എന്താ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ 10 കോടിയില് അതിന് പകുതിയിലധികം റെസ്റ്റോറന്റ് പണിയാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നു. എന്താ പരാതി? ആളുകളുടെ തലയിൽ ഇഷ്ടിക വീഴുന്നു. അപ്പൊ ആ 10 കോടിയിൽ അവർ പറഞ്ഞ 10 കോടിയിൽ ഒന്നും ചെയ്യാനില്ല. വേണം നമുക്കൊരു കഷ്ടിച്ച് 2 നില എങ്ങനെയും പണി തൊപ്പിക്കാമെന്ന്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാക്ഷി അധ്യക്ഷയായി. കാർഷിക മേഖലയിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളൊരു നൂതന പദ്ധതി CPCRയുമായി ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഭാഗമായിട്ട് മൂല്യവർദ്ധിത അവർ 8 പഞ്ചായത്തുകളുടെയും വിളകളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ്ങും ഇപ്പോൾ നടത്തി വരുന്നു. അതിന്റെ അന്തിമഘട്ടത്തിലേക്കാണ്. 2 വർഷത്തേക്കുള്ള പ്രോജക്റ്റ് ആയിരുന്നു അത്. ട്രെയിനിങ് കൊടുത്തുകൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. ഒരു ആധുനിക സാങ്കേതിക വിദ്യയിൽ ഊന്നിയിട്ടുള്ള ഇൻക്യുബേഷൻ സെന്റർ ആണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഹൈലൈറ്റ്. അവിടെയാണ് ഈ സംരംഭങ്ങൾക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള നമ്മുടെ സംരംഭകർ വ്യത്യസ്ത തരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് CPCRയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൂടെ ലേബലിൽ ഒരു നല്ല വിപണനം തന്നെ നടത്തുവാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യം വെക്കുന്നത്. അതാണ് നമുക്ക് അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ ഏപ്രിലൂടെ നടത്താം. നമ്മുടെ MLA മന്ത്രിയുടെ ഒക്കെ സമയം തരും. നമുക്ക് നല്ല ഒരു വലിയ ഉദ്ഘാടനമായിട്ട് നടത്താം. അതുപോലെ തന്നെയാണ് നമ്മൾ ക്ഷീരവികസന മേഖലയിൽ എല്ലാം നമുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കാലിത്തീറ്റ ഇപ്പോൾ കൊടുക്കുന്നത്. ജനറൽ വിഭാഗത്തിന് 50% സബ്സിഡിയും SC വിഭാഗത്തിന് 70% സബ്സിഡിയോടുകൂടിയാണ് കാലിത്തീറ്റ വിതരണം. പാലിന് സബ്സിഡി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G. ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ജനൂഷ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ N. സജീവൻ, KV. ജ്യോതിപ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.